വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് നോക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് ഡിസ്കവേർഡ് ആയ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് സയന്റിസ്റ്റ് ഫാരഡേ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫാരഡേസ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം അനലൈസ് ചെയ്ത റിസൾട്ട്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കാഥോഡ് റേസ് എന്ന് പറയുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന റേസ് ആണ്. ഇനി ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആബ്സെൻസിൽ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാഥോഡ് റേസിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോൺസിനോട് സിമിലർ ആണ്. ഓക്കെ, അതായത് കാഥോഡ് റേസിൽ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി കാഥോഡ് റേസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒരിക്കലും മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോഡ് ആൻഡ് നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ആറ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് നമുക്ക് പറയാം. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ നോക്കിയാൽ തോംസൺ സയന്റിസ്റ്റ് ആണ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, കാഥോഡ് റേ ട്യൂബ് വെച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വാല്യൂ ഡിറ്റർമൈൻ ചെയ്തത്. വാല്യൂ വരുന്നത് ഇത്രയാണ്: 1.758820 into 10⁻11 കൂളം പെർ കിലോഗ്രാം. ഇനി ചാർജ് ഓൺ ഇലക്ട്രോൺ എത്രയാണ്? 1.6 into 10⁻19 കൂളംബ് ആണ്. ആൻഡ് ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആക്ച്വൽ വാല്യൂ വരുന്നത് എത്രയാണ്? -1.6 into 10⁻19 കൂളംബ് ആണ്. ഓക്കെ, ആൻഡ് ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ചാർജ് ഓൺ ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ നോക്കിയാൽ നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 9.1094 into 10⁻31 കിലോഗ്രാം ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് പറയുന്നത്. സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത് ഹൈഡ്രജനിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് വാസ് നെയിംഡ് ആസ് പ്രോട്ടോൺ. ഓക്കെ, ആറ്റത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ദാറ്റ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾ ഡിസ്കവർ ചെയ്തത് സയന്റിസ്റ്റ് ചാഡ്വിക് ആണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? തിൻ ഷീറ്റ് ഓഫ് ബെർലിയത്തിനെ ആൽഫ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ബോംബാർഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾ ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഈ ഒരു ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിളിനെ അദ്ദേഹം നെയിം ചെയ്തത് എങ്ങനെയാണ്? ന്യൂട്രോൺസ്. ഓക്കെ, ഇനി ന്യൂട്രോൺസിന്റെ മാസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺസ് ആയിട്ടാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ഇലക്ട്രോൺസിന്റെ അബ്സല്യൂട്ട് ചാർജ് വരുന്നത് -1.6022 into 10⁻19 ആണ്. നെഗറ്റീവ്ലി റിലേറ്റീവ് ചാർജ് ആണ് വരുന്നത്. ആൻഡ് മാസ് വരുന്നത് 9.10939 into 10⁻31 കിലോഗ്രാം. ഓക്കെ, ഇനി പ്രോട്ടോൺസിന്റെ +1.6022 into 10⁻19 ആണ് അബ്സല്യൂട്ട് ചാർജ് വരുന്നത്. ആൻഡ് മാസ് ഇൻ കിലോഗ്രാം വരുന്നത് 1.67262 into 10⁻27 കിലോഗ്രാം. റിലേറ്റീവ് ചാർജ് പ്രോട്ടോൺസിന്റെ പോസിറ്റീവ് ആണ്. ആൻഡ് ന്യൂട്രോൺസിന്റെ വരുന്നത് 0 ആണ്, റിലേറ്റീവ് ചാർജും അബ്സല്യൂട്ട് ചാർജും. മാസ് എത്രയാണ് വരുന്നത്? 1.67493 into 10⁻27. ഇനി നെക്സ്റ്റ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ന്യൂക്ലിയസ് ഓഫ് ആറ്റം ആണ്, ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ന്യൂട്രൽ ആറ്റം ആണ്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയസിലുള്ള പോസിറ്റീവ് ചാർജിന്റെ റീസൺ എന്താണ്? പ്രോട്ടോൺസ് ആണ്. മാസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് കാരണമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ A എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ് മാസ് നമ്പർ വരുന്നത്. നമ്മളൊരു ആറ്റത്തിന്റെ കോമ്പോസിഷനെ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? AXZ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് മാസ് നമ്പർ ആയിരിക്കും. ആൻഡ് സബ്സ്ക്രിപ്റ്റ് Z എന്താണ്? അറ്റോമിക് നമ്പർ ആയിരിക്കും. ആൻഡ് X എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ സിമ്പൽ ആണ് X എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഐസോബാർസ് എന്ന് പറയുന്നത് എന്താണ്? ആറ്റംസ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും ഐസോബാർസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ C146, N147, ഇതാണ് ഐസോബാർസിന് എക്സാമ്പിൾ വരുന്നത്. ഇനി ആറ്റംസ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് അറ്റോമിക് മാസ് നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ ഐസോടോപ്സ് എന്നാണ് റെഫർ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്സ് എന്ന് പറയുന്നത് പ്രോട്ടിയം, ഡ്യൂട്ടീറിയം ആൻഡ് ട്രീഷ്യം ആണ്. 3 ഐസോടോപ്സ് ആണ് ഹൈഡ്രജന് വരുന്നത്. ആൻഡ് സെയിം കാർബണും 3 ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അറ്റോമിക് മോഡൽസ് ആണ്. അതിൽ ഫസ്റ്റ് അറ്റോമിക് മോഡൽ വരുന്നത് തോംസൺ മോഡൽ ഓഫ് ആറ്റം ആണ്.
അപ്പൊ ജെ തോംസൺ സയന്റിസ്റ്റ് ആണ് ആറ്റത്തിന്റെ ആ ഒരു മോഡൽ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. ആറ്റം എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും പൊസസ് ചെയ്യാന്നാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. ഓക്കെ, ആറ്റത്തില് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്നും അദ്ദേഹം ഒബ്സർവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ആണ് ആ ഒരു ആറ്റത്തിൽ ഉള്ളിൽ വരുന്നതെന്ന് പിന്നീട് അദ്ദേഹം കണ്ടുപിടിച്ചു. ആ ഇലക്ട്രോൺസ് കാരണമാണ് ആ ഒരു പർട്ടിക്കുലർ ആറ്റത്തിന് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അറേഞ്ച്മെന്റ് വരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി ജെ തോംസൺ ആറ്റം വേറെ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ലൈക്ക് പ്ലം പുഡിംഗ് മെത്തേഡ്, റേസിംഗ് പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർമെലൺ മോഡൽ എന്നൊക്കെയായിരുന്നു മറ്റുള്ള പേര്. ഓക്കെ, നമ്മൾ ഇതിനെ ഒരു പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർമെലന്റെ മോഡലായിട്ടാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. such that plums seeds അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വിത്ത് പോസിറ്റീവ് ചാർജ് ആ വാട്ടർമെലൺ അല്ലെങ്കിൽ പുഡിങ്ങിന്റെ ഉള്ളിൽ എംബഡഡ് ആയിരിക്കുന്നു. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു മോഡൽ വിഷ്വലൈസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ആറ്റത്തിന്റെ ആ ഒരു മാസ് ആറ്റത്തില് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ വെച്ചിട്ട് ആറ്റത്തിന്റെ ഓവറോൾ ന്യൂട്രലിറ്റിനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, ബിസൈഡ്സ് ദീസ് പോസിറ്റീവ്സ് ഇതിന് കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു തോംസൺസ് മോഡൽ ഓഫ് ആറ്റം റൂദർഫോർഡിന്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്തിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റത്തിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഒന്നും തന്നെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഓൾസോ ഇത് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഫെയിൽ ചെയ്യുന്നു. ഇനി സെക്കൻഡ് വരുന്നത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം ആണ്. ആൽഫ പാർട്ടിക്കിൾസിനെ തിൻ ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് ബൊംബാർഡ് ചെയ്യിച്ചിട്ടാണ് റൂദർഫോർഡ് ഈ ഒരു എക്സ്പെരിമെന്റ് ക്യാരി ഔട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡൻ ഫോയിൽ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടൈനി ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹം എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് കണ്ടെത്തിയത്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസും ആ ഒരു ഗോൾഡ് ഫോയിലിൽ കൂടി അൺഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് പാസ് ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പാസ് ചെയ്തത്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദി ആറ്റം എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. ഇനി ചില ഒരു വളരെ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം സ്മോളർ ആംഗിൾസിൽ ഡിഫ്ലക്റ്റ് ആയി ഡ്യൂ ടു ദ റീസൺ ദാറ്റ് ഇറ്റ് പൊസസ് എനോർമസ് റിപ്പൾസീവ് ഫോഴ്സ്. ഇനി ചില ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് ചെയ്തു. ഓക്കെ, അതായത് നിയർലി 180 ഡിഗ്രിയിൽ അത് ഡിഫ്ലക്ട് ബാക്ക് ചെയ്തു. വോളിയം ഒക്കുപ്പൈഡ് ബൈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ് ആസ് കമ്പയർഡ് ടു ടോട്ടൽ വോളിയം ഓഫ് ആറ്റം. റേഡിയസ് ഓഫ് ആറ്റം വരുന്നത് ഓൾമോസ്റ്റ് 10⁻⁻10 മീറ്റർ ആണ്, വൈൽ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് വരുന്നത് 10⁻⁻15 മീറ്റർ ആണ്. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്മോൾ റീജിയനിലായിരിക്കും ഡെൻസിലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആറ്റത്തിൽ ഇങ്ങനെ ഡെൻസിലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ന്യൂക്ലിയസ് എന്നാണ് റൂദർഫോർഡ് ആ ഒരു പർട്ടിക്കുലർ റീജിയനെ വിളിച്ചത്. ഓക്കെ, ഇനി ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ വെരി ഹൈ സ്പീഡിലായിരിക്കും റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സർക്കുലർ പാത്തിനെ നമ്മൾ പറയുന്നത് ഓർബിറ്റ്സ് എന്നാണ്. ഓക്കെ, റൂദർഫോർഡിന്റെ അറ്റോമിക് മോഡൽ ഓൾമോസ്റ്റ് സോളാർ സിസ്റ്റത്തിനെ റിസംബിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അറ്റോമിക് മോഡൽ ആയിരുന്നു. ഇനി ഇലക്ട്രോൺസിനെയും ന്യൂക്ലിയസിനെയും ടുഗദർ ഹെൽഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ്. ഓക്കെ, ഹവർ ഈ ഒരു അറ്റോമിക് മോഡല് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്തു. ഓക്കെ, ഇനി ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസിന് ചുറ്റുമായിരിക്കും. അപ്പൊ ആക്സിലറേഷന്റെ ടൈമിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എനർജിനെ റേഡിയേറ്റ് ചെയ്യും. ഇലക്ട്രോൺസ് റിവോൾവിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അങ്ങനെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എനർജിനെ ലൂസ് ചെയ്തിട്ട് അത് ഫൈനലി ന്യൂക്ലിയസിലേക്ക് തന്നെ ഫോൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റൂദർഫോർഡ് മോഡലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മോഡല് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ എനർജി ഓഫ് ഇലക്ട്രോൺസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്തു. നെക്സ്റ്റ് ഡെവലപ്മെന്റ്സ് വിച്ച് ലെഡ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം ആണ്. അപ്പൊ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഫോർമുലേഷന് ബേസിക് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തത്. ഓക്കെ, ഒന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും രണ്ടാമത്തെ എന്താണ്? എക്സ്പെരിമെന്റൽ റിസൾട്ട്സ് റിഗാർഡിംഗ് അറ്റോമിക് സ്പെക്ട്ര ആണ്. ഓക്കെ, അപ്പൊ ഡ്യുവൽ ക്യാരക്ടർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയേഷന് രണ്ട് ഡ്യുവൽ ക്യാരക്ടേഴ്സ് ആണ് പൊസസ് ചെയ്യുന്നത്, which includes wave-like and particle-like properties. Okay, അപ്പോൾ ലൈറ്റിന് എന്താണ്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് ലൈക്ക് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ ലൈറ്റിന് ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്.
ഇനി ലൈറ്റ് ഒന്നില്ലെങ്കിൽ വേവ് അല്ലെങ്കിൽ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. റേഡിയേഷൻ എന്ന് പറയുന്നത് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അത് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അപ്പൊ ജെയിംസ് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ചാർജ്ഡ് ബോഡീസും ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബിഹേവിയറും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷനെ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അദ്ദേഹം എന്താണ് സജസ്റ്റ് ചെയ്തത്? അദ്ദേഹം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ സജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ്ഡ് ആവും, ആസ് വെൽ as അത് ട്രാൻസ്മിറ്റും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഫീൽഡ്സിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വേവ്സിന്റെ ഫോമിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വേവ്സിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ മാക്സ്വെൽ തന്നെയാണ് ഫസ്റ്റ് റിവീൽ ചെയ്തത് സച്ച് ദാറ്റ് ലൈറ്റ് വേവ്സ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ക്യാരക്ടറുമായിട്ടാണ് അദ്ദേഹം റിവീൽ ചെയ്തത്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പൊ ഓസിലേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഓസിലേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഫീൽഡ്സ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും ആൻഡ് ഓൾസോ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇനി സൗണ്ട് വേവ്സിന് അല്ലെങ്കിൽ വാട്ടറിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സിനെ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ഒരു മീഡിയം റിക്വയർഡ് ആണെന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. ഓക്കെ, അവർക്ക് വാക്വത്തിലും മൂവ് ചെയ്യാനായിട്ടുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഇനി മെനി ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് വിച്ച് ഡിഫർ ഫ്രം വൺ അനദർ ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് യൂണിറ്റ്സ് വെച്ചിട്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്താണ്? സ്പെക്ട്രം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. അതിൽ തന്നെ വിസിബിൾ സ്പെക്ട്രത്തിന്റെ ഒരു റേഞ്ച് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ടാമത്. ഓക്കെ, അപ്പൊ വിസിബിൾ റീജിയൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ആ ഒരു എൻറ്റയർ സ്പെക്ട്രത്തിൽ വരുന്നത്. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് റേസ് ഗാമ റേസ്, എക്സ് റേസ്, യു വി റേസ്, ഇൻഫ്രാറെഡ് റേസ്, റഡാർ, FM, TV, ഷോർട്ട് വേവ്, AM ഇതിന്റെ എല്ലാം വേവ് ലെങ്ത്തിന്റെ റേഞ്ച് ആണ് ഇവിടെ ആക്ച്വലി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ 10⁻⁻8 തൊട്ട് 10⁻⁻6 റേഞ്ച് വരെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് വരുന്നത്. ഇനി ഈ ഒരു റേഡിയേഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് നമുക്കറിയാം ഹെർട്സ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഫ്രീക്വൻസി എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസ് എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, വേവ് ലെങ്ത്തിന് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് വരുന്നത്. ഇനി വാക്വത്തില് എല്ലാ ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും സ്പീഡ് ഓഫ് ലൈറ്റിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3 × 10⁻8 m/s ആയിരിക്കും അവരുടെ സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 3 × 10⁻8 m/s എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഇതിനെ നമ്മൾ സിമ്പിൾ C വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ C = V × λ നമുക്ക് പറയാം. ഓക്കെ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻറ്റു വേവ് ലെങ്ത് ആണ് C എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വേവ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് വേവ് ലെങ്ത്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത് യൂണിറ്റിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ. അപ്പൊ ഇതിന് യൂണിറ്റ് വരുന്നത് മീറ്റർ ഇൻവേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ആണ്. ഇത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഐഡിയൽ ബോഡി, ബ്ലാക്ക് ബോഡി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഐഡിയൽ ബോഡി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഫ്രീക്വൻസീസിലുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുക, എമിറ്റ് ചെയ്യുക യൂണിഫോംലി ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐഡിയൽ ബോഡിനെ നമ്മൾ പറയുന്നതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന ഒരു റേഡിയേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ആണ് പറയുന്നത്. അപ്പൊ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ബോഡി ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ മാക്സ് പ്ലാങ്ക് അറൈവ് ചെയ്ത ഒരു അസംഷൻ എന്താണ്? റേഡിയേഷന്റെ അബ്സോർപ്ഷൻ ആൻഡ് എമിഷൻ എറൈസ് ചെയ്യുന്നത് ഓസിലേറ്ററിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ ഓസിലേറ്റേഴ്സിനെ നമ്മൾ ഇന്ററാക്ട് ചെയ്യിപ്പിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓസിലേഷന്റെ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റേഡിയേഷനെ നമ്മൾ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ,
അപ്പൊ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എനർജിനെ എമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത് വളരെ അധികം ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസിലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റി ഓഫ് എനർജി അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എനർജിനെ അദ്ദേഹം വിളിച്ച പേരാണ് ക്വാണ്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എനർജി ഓഫ് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ആൻഡ് അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെയാണ്: എനർജി E ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് പറയുന്നത്. എച്ച് എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ വരുന്നത് 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇനി ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് എന്താന്ന് നോക്കാം. ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മൊമെന്റം ആൻഡ് വേവ് ലെങ്ത് ആയിട്ടുള്ള ഒരു റിലേഷൻ പ്രപ്പോസ് ചെയ്തത്. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്നാണ് അദ്ദേഹം പറയുന്നത്. വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബൈ എം വി ആണ്. എം വി എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മൊമെന്റം പി ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ് വരുന്നത്? 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പം ലൈറ്റ് ബീമിന്റെ സ്ട്രൈക്കിങ്ങും ഇലക്ട്രോൺസിന്റെ ഇജക്ഷനും തമ്മിൽ ടൈം ലാഗ് ഒന്നും തന്നെ ഇല്ലെന്നാണ് ഇവിടെ പറയുന്ന ഒരു പോയിന്റ്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്താണ്? പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ് ആയിരിക്കും. ഓരോ മെറ്റലിനും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടാവും, ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒരിക്കലും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി വി ഗ്രേറ്റർ ദാൻ വി സീറോ, അതായത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഒരു കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ആവും. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ സ്ട്രൈക്കിംഗ് ഫോട്ടോന്റെ എനർജി വരുന്നത് ഈക്വൽ ടു എച്ച് വി ആണ്. ഇനി മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ആൻ ഇലക്ട്രോൺ എത്രയാണ്? എച്ച് വി സീറോ ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ വർക്ക് ഫംഗ്ഷൻ ഡബ്ല്യു സീറോ എന്നും പറയുന്നുണ്ട്. ഇനി ഡിഫറൻസ് ഇൻ എനർജി എച്ച് വി മൈനസ് എച്ച് വി സീറോ നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ എന്താണ്? നമുക്ക് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ എച്ച് വി ഈക്വൽ ടു എച്ച് വി സീറോ പ്ലസ് ഹാഫ് എം ഇ വി സ്ക്വയർ ആണ് വരുന്നത്. എം ഇ എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റി അസോസിയേറ്റഡ് വിത്ത് ഇജക്റ്റഡ് ഇലക്ട്രോൺ ആണ്. ഇനി അറ്റോമിക് സ്പെക്ട്രം എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓർഡിനറി വൈറ്റ് ലൈറ്റിൽ വേവ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വൈറ്റ് ലൈറ്റ് കളേർഡ് ബാൻഡ് ആയിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്താൽ അതിന് നമുക്ക് സ്പെക്ട്രം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ പല കളേഴ്സ് ഉണ്ടാവും. റെഡ് കളറിനായിരിക്കും ലോങ്സ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത്, ആൻഡ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളത് ഏതാണ്? വയലറ്റ് ലൈറ്റിനാണ്. ഓക്കെ, അപ്പൊ ഈ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളതായിരിക്കും ലീസ്റ്റ് ആയിട്ട് ഡീവിയേറ്റ് ആവുന്നത്, ആൻഡ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതായിരിക്കും മോസ്റ്റ് ഡീവിയേറ്റ് ആവുന്നതും. അപ്പൊ ഈ സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റിന്റെ റേഞ്ച് വരുന്നത് വയലറ്റ് ടു റെഡ് വരെയാണ്. വയലറ്റിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 7.50 into 10⁻14 ഹെർട്സ് തൊട്ട് 4 into 10⁻14 ഹെർട്സ് വരെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു സ്പെക്ട്രം ഓഫ് വൈറ്റ് ലൈറ്റിനെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ്. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ വയലറ്റ് മെർജസ് ഇൻറ്റു ബ്ലൂ, ബ്ലൂ ഇൻറ്റു ഗ്രീൻ. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ കണ്ടിന്യൂസ് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ബൈ എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് അബ്സോർബ്ഡ് എനർജി, അങ്ങനെയുള്ള സ്പെക്ട്രത്തിന് നമ്മൾ പറയുന്നത് എമിഷൻ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആറ്റംസ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ദാറ്റ് ഹാവ് അബ്സോർബ്ഡ് റേഡിയേഷൻ ആർ നോൺ ആസ് എക്സൈറ്റഡ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് പോലെയാണ് എമിഷൻ സ്പെക്ട്രത്തിന്റെ. ഓക്കെ, ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്ര ഒരു സ്പെസിഫിക് വേവ് ലെങ്ത്തിൽ മാത്രമായിരിക്കും ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നത്, വിത്ത് ഡാർക്ക് സ്പേസസ് ബിറ്റ്വീൻ ദം. അങ്ങനെയുള്ള സ്പെക്ട്രത്തിനെ നമ്മൾ അറ്റോമിക് സ്പെക്ട്ര അല്ലെങ്കിൽ ലൈൻ സ്പെക്ട്ര എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇപ്പൊ വിസിബിൾ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം ഒബേ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. വി ഈക്വൽ ടു, അതായത് വേവ് നമ്പർ ഈക്വൽ ടു 109.677 into 1/2² minus 1/n² centimeter inverse. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റീജർ ആയിരിക്കും which is equal to or greater than 3. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ സീരീസ് ഓഫ് ലൈൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ ഒരു സീരീസ് ഓഫ് ലൈൻസിനെ നമ്മൾ പറയുന്നത് ബാമർ സീരീസ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ മാത്രമുള്ള ഒരു ടൈപ്പ് ഓഫ് ലൈൻസ് ആണ് ബാമർ സീരീസ് എന്ന് പറയുന്നത്.
വിസിബിൾ റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലായിരിക്കും ഇത് അപ്പിയർ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു വാല്യൂ നമ്മൾ പറഞ്ഞു അല്ലെ, 109.677. ഈ ഒരു വാല്യൂവിന് പറയുന്ന പേരാണ് റൈറ്റ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഫസ്റ്റ് 5 സീരീസ് ഓഫ് ലൈൻസ് ദാറ്റ് കറസ്പോണ്ട് ടു N1 എന്തൊക്കെയാണ് വരുന്നത്? 1, 2, 3, 4, 5 ആണ്. ഇതിന് പറയുന്ന പേരെന്തൊക്കെയാണ്? ലൈമൺ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ് ആൻഡ് പീഫൺ സീരീസ് റെസ്പെക്റ്റീവ്ലി എന്നാണ് ഈ ഒരു ഓരോ N1 വാല്യൂസിന്റെ സീരീസ് ഓഫ് ലൈൻസിന് നമ്മൾ പറയുന്ന പേര്. ഓക്കെ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലൈൻ സ്പെക്ട്രം ആണ് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത്. അപ്പൊ ലൈൻ സ്പെക്ട്രം ഹെവിയർ ആറ്റത്തിലേക്ക് വരുന്തോറും അത് മോർ ആൻഡ് മോർ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ബോർ മോഡൽ ഫോർ ഹൈഡ്രജൻ ആറ്റം നോക്കാം. ഇത് ബേസ്ഡ് ഓൺ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്ന് പറയാം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിനായിരിക്കും. അപ്പൊ ആ ഒരു സർക്കുലർ പാത്തിന് ഒരു ഫിക്സഡ് റേഡിയസും ഉണ്ട്, ഫിക്സഡ് എനർജിയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സർക്കുലർ പാത്തിനെ നമ്മൾ പറയുന്നത് ഓർബിറ്റ്സ് എന്നാണ്. അപ്പൊ സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ അലൗഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റ്സ് ഉണ്ടാവും. അതിന്റെ അത് ന്യൂക്ലിയസിന് ചുറ്റും കോൺസെൻട്രിക്കലി സർക്കിളിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എനർജി ഓർബിറ്റിൽ ഒരിക്കലും ടൈം ചേഞ്ച് ആവുന്നതനുസരിച്ചിട്ട് അത് ചേഞ്ച് ആവില്ല. അതായത് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയിരിക്കും. ഇലക്ട്രോൺസ് റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനർജി എമിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇലക്ട്രോൺസ് ഹയർ സ്റ്റേഷനറി സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ്. ലൈമൺ സീരീസ് വരുന്നത് UV സ്പെക്ട്രൽ റീജിയനിലാണ് ആൻഡ് ബാമർ സീരീസ് വരുന്നത് വിസിബിൾ സ്പെക്ട്രൽ റീജിയനിലാണ്. പാഷൻ സീരീസും ബ്രാക്കറ്റ് സീരീസും പീഫൺ സീരീസും വരുന്നത് ഇൻഫ്രാറെഡ് സ്പെക്ട്രൽ റീജിയനിലായിരിക്കും. ഇനി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് അല്ലെങ്കിൽ എമിറ്റഡ് വരുന്നത് എങ്ങനെയാണ്? ആ ഒരു ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ V എന്ന് പറയുന്നത് ഈക്വൽ ടു ഡെൽറ്റ E ബൈ എച്ച് ഈക്വൽ ടു E2 മൈനസ് E1 ബൈ എച്ച് ആയിരിക്കും. E1 ഉം E2 ഉം എന്താണ്? ലോവർ ആൻഡ് ഹയർ അലൗഡ് എനർജി സ്റ്റേറ്റിന്റെ എനർജീസ് ആണ്. എച്ച് വന്നിട്ട് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ കോമൺലി പറയുന്നത് ബോർസ് ഫ്രീക്വൻസി റൂൾ എന്നാണ്. ഈ ഒരു ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റ് എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ്? MEVR ഈക്വൽ ടു NH/2π എന്നാണ്. എന്നിന്റെ പോസിബിൾ വാല്യൂസ് 1, 2, 3 എക്സെട്ര ആണ്. ME എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. V വന്നിട്ട് വെലോസിറ്റി ആൻഡ് R വന്നിട്ട് റേഡിയസ് ഓഫ് ഓർബിറ്റ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഇസ് മൂവിങ് ആണ്. ഇനി ബോർ തിയറി ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൽ വരുന്ന കൺസെപ്റ്റ്സ് നോക്കാം. സ്റ്റേഷനറി സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോൺസിനെ നമ്മൾ നമ്പർ ചെയ്യുന്നത് n വെച്ചിട്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ആൻഡ് ഈ ഇന്റഗ്രൽ നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ്. ഇനി സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ റേഡിയസ് കാണുന്ന എക്സ്പ്രഷൻ ആണ് n²a0 എന്ന് പറയുന്നത്. a0യുടെ വാല്യൂ എന്താണ്? 52.9 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, ഈ a0നെ നമ്മൾ ബോർ ഓർബിറ്റ് എന്നും പറയും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഈക്വൽ ടു 52.9 അല്ലെ. അപ്പൊ റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ് ഈ ബോർ ഓർബിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സ്റ്റേഷനറി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി എന്താണ്? ഈക്വൽ ടു -RH ഇൻറ്റു 1/n² ആണ്. RH എന്ന് പറയുന്നത് റൈറ്റ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ വന്നിട്ട് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ആണ്. 10⁻⁻18 ജൂൾസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇനി എനർജി ഓഫ് ലോവസ്റ്റ് സ്റ്റേറ്റ് അറിയപ്പെടുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്നാണ്. അതിന്റെ വാല്യൂ വരുന്നത് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ജൂൾ ആണ്. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള അയോൺസിന് നമുക്ക് ഈ ഒരു ബോർ തിയറി കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, സിമിലർ ടു ദാറ്റ് പ്രസന്റ് ഇൻ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ആർ മൂവിങ് ഇൻ ഓർബിറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പോസിറ്റീവ് ചാർജ് ഓൺ ന്യൂക്ലിയസ് ആൻഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇനി ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഇത് ഹൈഡ്രജൻ അറ്റോമിക് സ്പെക്ട്രത്തിന്റെ ഫൈനർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓൾസോ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഓക്കെ, ഇത് സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. ഓൾസോ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്താണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്? It is impossible to determine simultaneously the exact position and exact momentum or velocity of an electron. And expression വരുന്നത് എങ്ങനെയാണ്? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm ആണ്. അറ്റോമിക് ഓർബിറ്റൽസിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ടാണ്.
ഓക്കെ, അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് മെയിൻലി 3 ആണ് വരുന്നത്, വിച്ച് ആർ ലേബിൾഡ് ആസ് N, L ആൻഡ് M. ഓക്കെ, N എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, അതിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉള്ളത്. ഫോർ എക്സാമ്പിൾ 1, 2, 3 എക്സെട്ര. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഓർബിറ്റലിന്റെ സൈസ്, എനർജി ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓൾസോ അത് ഷെല്ലിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ n equal to 1 ആണെങ്കിൽ അത് K ഷെൽ ആയിരിക്കും, n equal to 2 ആണെങ്കിൽ അത് L ഷെൽ ആയിരിക്കും, ആൻഡ് സച്ച് ഓൺ, അത് അങ്ങനെ പോകും. ഇനി L എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയാണ്. ഇതിനെ നമ്മൾ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്നും പറയും. ഇത് ഓർബിറ്റലിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്, വിച്ച് ഇസ് നോൺ ആസ് ML, ആൻഡ് ഇത് നമുക്ക് ഓർബിറ്റലിന്റെ സ്പേഷ്യൽ ഓറിയന്റേഷന്റെ ഇൻഫർമേഷൻ ആണ് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പർ MS ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് അതിന്റെ സ്വയം ഉള്ള ഒരു ആക്സിസിലായിരിക്കും, ആസ് similar to in a way that Earth spins around its own axis while revolving around the sun. Okay, അപ്പോൾ ഇലക്ട്രോണിന് 2 സ്പിൻ സ്റ്റേറ്റ്സ് ആണുള്ളത്, ആൻഡ് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ആരോ വെച്ചിട്ടാണ്. ഓക്കെ, സ്പിൻ അപ്പും സ്പിൻ ഡൗണും. 2 ഇലക്ട്രോൺസിന് ഡിഫറെന്റ് MS വാല്യൂസ്, അതായത് 2 ഇലക്ട്രോൺ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സ്പിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? സെയിം സ്പിൻ ആണെന്ന് നമുക്ക് പറയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ നമ്മൾ n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ പോസിബിൾ വാല്യൂസ് 1, 2, 3, 4 എക്സെട്ര ആണ്. ഇനി ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ് L വരുന്നത്. അതിന്റെ പോസിബിൾ വാല്യൂസ് എന്താണ്? 0, 1, 2, 3 എക്സെട്ര, n മൈനസ് L വരെ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ് ML എന്ന് വരുന്നത്. -L തൊട്ട് L വരെ അതിന് പോസിബിൾ വാല്യൂസ് ഉണ്ട്. ദെൻ സ്പിൻ ക്വാണ്ടം നമ്പർ MS ആണ്, അതിന് 2 പോസിബിൾ വാല്യൂസേ ഉള്ളൂ, +12 ആൻഡ് -12. ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന്റെ വേവ് ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റൽസ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അറ്റോമിക് ഓർബിറ്റൽസിന് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ടാവും. മെയിൻലി 4 ടൈപ്സ് ഓഫ് ഓർബിറ്റൽസ് ആണുള്ളത്, S, P, D ആൻഡ് F. S ഓർബിറ്റലിന് ഒരു സ്പെറിക്കൽ ന്യൂക്ലിയസ് അതിന്റെ സെന്ററിൽ ഉണ്ടാവും, ആൻഡ് P ഓർബിറ്റൽ ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. 4 or 5D ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ക്ലോവർ ലീഫ് ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി 5th D ഓർബിറ്റൽ എങ്ങനെയാണ് ഫാഷൻ ചെയ്തിരിക്കുന്നത്? ലൈക്ക് എ ലോങ് ഡംബൽ വിത്ത് എ ഡഫ്നറ്റ് ഇൻ ദി സെന്റർ. ഓക്കെ, ഇനി ഓർബിറ്റൽസ് ഓഫ് ആറ്റം നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഷെൽസ് ആയിട്ടായിരിക്കും. ഇതാണ് ഷേപ്പ് ഓഫ് S ഓർബിറ്റൽ വരുന്നത്, വിച്ച് റിസംബിൾസ് എ സ്പിയർ വിത്ത് ന്യൂക്ലിയസ് അറ്റ് ഇറ്റ്സ് സെന്റർ. ഓക്കെ, ഇത് 2 ഡയമെൻഷണൽ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ സൈസ് ഓഫ് S ഓർബിറ്റൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വാല്യൂ ഓഫ് ക്വാണ്ടം നമ്പർ, പ്രൈമറി ക്വാണ്ടം നമ്പർ n ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് S ഓർബിറ്റലിന്റെ സൈസും ഇൻക്രീസ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4s ഗ്രേറ്റർ ദാൻ 3s ഗ്രേറ്റർ ദാൻ 2s ഗ്രേറ്റർ ദാൻ 1s ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോഡൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലൊക്കേഷൻ വേർ ദർ ഇസ് നോ ചാൻസ് ഓഫ് ലൊക്കേറ്റിംഗ് ഇലക്ട്രോൺ. അങ്ങനെയുള്ള ലൊക്കേഷൻ ആണ് നമ്മൾ നോഡൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി 2 ടൈപ്പ് ഓഫ് നോഡ്സ് ആണ് വരുന്നത്, റേഡിയൽ നോഡ്സും ആംഗുലർ നോഡ്സും. ഓക്കെ, അപ്പൊ റേഡിയൽ നോഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ഫ്രം ന്യൂക്ലിയസ് എടുത്തിട്ടാണ്, ആൻഡ് ആംഗുലർ നോഡ്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? ഓറിയന്റേഷൻ ആണ്. ഓക്കെ, P ഓർബിറ്റൽസ് ഡംബൽസ് ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. P ഓർബിറ്റലിനോട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസ് സെന്ററിലാണ്. ഓക്കെ, ഇവിടെ 3 ഓർബിറ്റൽസ് വരുന്നുണ്ട്. അപ്പം P ഓർബിറ്റലിന് മാക്സിമം 6 ഇലക്ട്രോൺസിനെ ഒക്കുപ്പൈ ചെയ്യാനായിട്ട് സാധിക്കും. 2 ലോബ്സ് വെച്ചിട്ടാണ് P ഓർബിറ്റൽ മേഡപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3 ഓർബിറ്റൽസിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് പറയുന്നത്. അവർക്ക് സെയിം സൈസ്, ഷേപ്പ് ആൻഡ് എനർജി ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ലോബ്സ് നമ്മൾ ഓറിയന്റ് ചെയ്തിരിക്കുന്നത് XY അല്ലെങ്കിൽ Z ആക്സിസിലായിരിക്കും, ആൻഡ് ദേ ആർ ഗിവൺ നെയിം 2px, 2py ആൻഡ് 2pz. നമ്പർ ഓഫ് നോഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഇതാണ്, n-2. ഇനി ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് വരുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഡി ഓർബിറ്റലിന് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, -2 to +2 വരെ. ഓക്കെ, അപ്പൊ ഇവിടെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ സിമ്പിൾസ് വെച്ചിട്ടാണ്, DXY, DYZ, DXZ, DX² - Y² ആൻഡ് DZ². ഓക്കെ, F ഓർബിറ്റലിന്റെ ഫോം വരുന്നത് ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ്. L = 3 ആണ് F ഓർബിറ്റൽ വരുന്നത്. അപ്പൊ മിനിമം പോസിബിൾ പ്രൈമറി ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? n = 4 ആണ് വരുന്നത്. അപ്പൊ ഇക്വലന്റ് ML വാല്യൂസ് ഫോർ F ഓർബിറ്റൽ വരുന്നത് -3 to +3 വരെയാണ്, ആൻഡ് ആസ് എ റിസൾട്ട് F ഓർബിറ്റലിന് 7 F ഓർബിറ്റൽസ് ആണ് ഉള്ളത് ഫോർ L = 3. ആ 7 F ഓർബിറ്റൽസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സീറോയിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ പറയുന്നത് നോഡൽ സർഫസ് അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ നോഡ്സ് എന്നാണ് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ് n-1 ആൻഡ് സം ഓഫ് L angular nodes and n-L-1 റേഡിയൽ നോഡ്സ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയൽ നോഡ്സ് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ ആണ് n-L-1 എന്ന് പറയുന്നത്. ഇനി സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിനെ നമ്മൾ പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റംസ് ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ കണ്ടീഷനിൽ ഉള്ളത്. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ആവുന്നത്? പോസിറ്റീവ് ചാർജ് അതായത് ZD ന്യൂക്ലിയസ് ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ആ ഒരു അട്രാക്റ്റീവ് ഇന്ററാക്ഷനും ഇലക്ട്രോൺസിൽ ഇൻക്രീസ് ആവും. ഇനി ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ പ്രസൻസ് കാരണം ആ ഒരു ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജ് ഓഫ് ന്യൂക്ലിയസിനെ എക്സ്പീരിയൻസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു എഫക്റ്റ് ലോവേർഡ് ആയിരിക്കും ഡ്യൂ ടു പാർഷ്യൽ സ്ക്രീനിങ് ഓഫ് പോസിറ്റീവ് ചാർജ് ഓൺ ന്യൂക്ലിയസ് ബൈ ദി ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്. ആൻഡ് ഈ എഫക്റ്റിനെ നമ്മൾ പറയുന്നത് ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ഫ്രം ന്യൂക്ലിയസ് ബൈ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് എന്നാണ്, ഓർ സിംപ്ലി ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് നമുക്ക് പറയാം. ആൻഡ് നെറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ഔട്ടർ ഇലക്ട്രോൺസ് എത്രയാണ് വരുന്നത്? ZeFv which is known as effective nuclear charge. ഇനി ഒരു ഓർബിറ്റലിന്റെ n+L വാല്യൂ ലോവർ ആണെങ്കിൽ അതിന്റെ എനർജി ലോവർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി രണ്ട് ഓർബിറ്റൽസിന് സെയിം വാല്യൂ ഓഫ് n+1 ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലോവർ വാല്യൂ ഓഫ് n ഏത് ഓർബിറ്റലിലാണോ വരുന്നത് അതിനായിരിക്കും ലോവർ എനർജി ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഓഫ് ബോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റില് ഓർബിറ്റൽസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അവരുടെ ഇൻക്രീസിങ് എനർജി ഓർഡറിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അപ്പൊ ലോവസ്റ്റ് എനർജി ഉള്ള ഓർബിറ്റൽസിലായിരിക്കും ഇലക്ട്രോൺസ് ഫസ്റ്റ് ഫില്ല് ആവുന്നത് ആൻഡ് എനർജി കൂടുന്ന അനുസരിച്ചിട്ടായിരിക്കും പിന്നീടുള്ള ഹയർ എനർജി ഓർബിറ്റൽസിലേക്ക് എനർജി ഫില്ലിംഗ് ആവുന്നത്. ഓക്കെ, അപ്പൊ ലോവർ എനർജി ഓർബിറ്റൽസ് എല്ലാം തന്നെ ഫില്ല് ആയി കഴിഞ്ഞിട്ടായിരിക്കും ഹയർ എനർജി ഓർബിറ്റൽസ് ഫില്ല് ആവുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഓഫ് ബോർ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1s 2s 2p 3s ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ പോകുന്നത് ഓർബിറ്റലിന്റെ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ആറ്റത്തിലുള്ള രണ്ട് ഇലക്ട്രോൺസിന് ഒരിക്കലും സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ സെയിം ഓർബിറ്റലില് രണ്ട് ഇലക്ട്രോൺസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ ആൻഡ് ആ ഒരു രണ്ട് ഇലക്ട്രോൺസിനും ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കണം എപ്പോഴും ഉണ്ടാവുന്നത്. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോൺസിന് സെയിം വാല്യൂ ഓഫ് 3 ക്വാണ്ടം നമ്പേഴ്സ് പോസിബിൾ ആവും. അതായത് NL ആൻഡ് ML വാല്യൂസ് അവരുടെ സെയിം ആവാം, പക്ഷെ അവരുടെ സ്പിൻ ക്വാണ്ടം നമ്പർ എപ്പോഴും ഓപ്പോസിറ്റ് ആവണം. ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അക്കോർഡിംഗ് ടു പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, പിന്നെ ഈ ഒരു പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു സബ് ഷെല്ലിൽ പ്രസന്റ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ്. അപ്പൊ ഇത് ഓർബിറ്റൽസിലേക്കുള്ള ഇലക്ട്രോൺസിന്റെ ഫില്ലിംഗിൽ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓർബിറ്റൽസ് സെയിം സബ് ഷെല്ലിലുള്ള ഓർബിറ്റൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓർബിറ്റൽസ് ഓഫ് ഈക്വൽ എനർജി അല്ലെങ്കിൽ സെയിം സബ് ഷെല്ലിലുള്ള ഓർബിറ്റൽസിനെ നമ്മൾ പറയുന്നത് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാണ്. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽസ് ബിലോങ്ങിങ് ടു ദ സെയിം സബ് ഷെൽ, സബ് ഷെൽ എന്ന് പറയുന്നത് PD അല്ലെങ്കിൽ F. ഓക്കെ, does not take place until each orbital belonging to that subshell has got one electron, that is it is singly occupied. അപ്പൊ ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺസ് ഫില്ല് ആയതിനു ശേഷം മാത്രമേ അവിടെ ഓർബിറ്റലിന്റെ ഇലക്ട്രോൺ പെയറിംഗ് നടക്കുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി ആറ്റത്തിന്റെ ഓർബിറ്റലിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെ നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എന്നാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നത് കോർ ഇലക്ട്രോൺസ് എന്നാണ്. ഇനി ഇലക്ട്രോൺസ് ദാറ്റ് ആർ ആഡഡ് ടു ദി ഇലക്ട്രോൺ ഷെൽ വിത്ത് ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അറിയപ്പെടുന്നത് വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ്. ഇനി ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം 1s1 ആണ് അല്ലെ. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഹൈഡ്രജൻ ആറ്റത്തിന് ഉണ്ടാവുക. അത് നമ്മൾ ഫസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിലുള്ള S സബ് ഷെല്ലാണ് പ്ലേസ് ചെയ്യുന്നത് ആൻഡ് ഹെൻസ് ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് 1s1 എന്നാണ്. ഈ ഓക്സിജന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഓക്സിജന് 8 ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും
ആൻഡ് ഈച്ച് ഇലക്ട്രോണെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് കെ ഷെല്ലിലേക്ക് 2 ഇലക്ട്രോൺസിനെ, എൽ ഷെല്ലിലേക്ക് 6 ഇലക്ട്രോൺസിനെ ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആൻഡ് ഹെൻസ് ഓക്സിജന്റെ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 1s2 2s2 2p4 എന്നായിരിക്കും ഇലക്ട്രോണിക് കൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ വരുന്നത്. ഓക്കെ, ഇനി കംപ്ലീറ്റ്ലി ഫിൽഡ് ആസ് വെൽ ആസ് ഹാഫ് ഫിൽഡ് സബ്ഷെല്ലിന്റെ ആ ഒരു സ്റ്റെബിലിറ്റിക്ക് കാരണമാവുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ വരുന്ന ഇതാണ്. ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കൺഫിഗറേഷൻ എപ്പോഴും അത് കറസ്പോണ്ട് ചെയ്യുന്നത് ലോവസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ ഇലക്ട്രോണിക് എനർജിയിലായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സർട്ടൻ എലമെന്റ്സ് സച്ച് ആസ് കോപ്പർ അല്ലെങ്കിൽ ക്രോമിയത്തില് 2 സബ്ഷെൽസ് 4s ആൻഡ് 3d അവരുടെ എനർജീസിൽ സ്ലൈഡ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഫ്രം എ സബ്ഷെൽ ഓഫ് ലോവർ എനർജി, അതായത് 4sൽ നിന്ന് ഹയർ എനർജി ഉള്ള 3dയിലേക്ക് അവിടെ ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്. ഇനി കംപ്ലീറ്റ്ലി ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് സ്റ്റേബിൾ ആവുന്നത് മെയിൻ ആയിട്ട് 2 റീസൺസ് കാരണമാണ്. ഡ്യൂ ടു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആസ് വെൽ ആസ് ഡ്യൂ ടു എക്സ്ചേഞ്ച് ഓഫ് എനർജി. സിമെട്രി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെൽസിന് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക ആൻഡ് therefore they are more stable. ഓക്കെ, ഇനി സ്റ്റെബിലൈസിങ് എഫക്ട് ഇൻ ടേംസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് എനർജി പറയുകയാണെങ്കിൽ സ്റ്റെബിലൈസിങ് എഫക്ട് എറൈസ് ചെയ്യും. എപ്പോഴാണ് അത് എറൈസ് ചെയ്യുന്നത്? 2 or more ഇലക്ട്രോൺസ് വിത്ത് സെയിം സ്പിന്ന് ഡിജനറേറ്റ് ഓർബിറ്റൽസിൽ പ്രസന്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റെബിലൈസിങ് എഫക്ട് എറൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺസ് സെയിം സ്പിന്നുള്ള ഇലക്ട്രോൺസ് അവരുടെ പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യും ആൻഡ് ദ എനർജി റിലീസ്ഡ് ഡ്യൂ ടു ദിസ് എക്സ്ചേഞ്ചിനെ നമ്മൾ പറയുന്നത് എക്സ്ചേഞ്ച് എനർജി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അവര് നമ്പർ ഓഫ് എക്സ്ചേഞ്ചസ് ഏറ്റവും മാക്സിമം ആവുന്ന കണ്ടീഷൻ ആണ് സബ്ഷെൽ ഒന്നില്ലെങ്കിൽ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ. ആൻഡ് ആസ് എ റിസൾട്ട് അവിടെ എക്സ്ചേഞ്ച് എനർജി മാക്സിമം ആയിരിക്കും ആൻഡ് ഹെൻസ് സ്റ്റെബിലിറ്റി മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. താങ്ക് യു.